മകരക്കൂർ, കുംഭക്കൂർ എന്നീ രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന അവിട്ടം നക്ഷത്രം സാഹസികതയുടെയും ആത്മവിശ്വാസത്തിന്റെയും പര്യായമാണ്. അഷ്ടവസ്തുക്കളുടെ അനുഗ്രഹമുള്ള ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷു നൽകുന്ന സന്ദേശം കർമ്മബലത്തിന്റെ വിളവെടുപ്പ് എന്നാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു പോകുന്ന കഠിനമായ പരീക്ഷണങ്ങൾക്കും മനസ്സിനെ അലട്ടിയ അനിശ്ചിതത്വങ്ങൾക്കും ഈ വിഷുക്കാലത്തോടെ ഒരു വിരാമമാകുന്നു എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ചൊവ്വ ഭരണാധികാരിയായ അവിട്ടം നക്ഷത്രക്കാർ സഹജമായി തന്നെ പോരാട്ടവീര്യമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത നിങ്ങളുടെ മനക്കരുത്ത് പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴായി വന്നു ചേരാം. എന്നാൽ ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പടവുകളാണെന്നതാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. ആകാശത്തിലെ വസ്തുക്കൾ ദേവതകളായ ഈ നക്ഷത്രക്കാർക്ക് ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അസാമാന്യ കഴിവുണ്ട്. ഈ കഴിവ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രകടമാകും. തൊഴിൽ മേഖലയിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഒരു ശുദ്ധീകരണ പ്രക്രിയ ഈ മാസം നടക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ബന്ധങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും പുതിയതും ക്രിയാത്മകവുമായ അവസരങ്ങൾ കടന്നു വരികയും ചെയ്യും. ഇത് തുടക്കത്തിൽ അല്പം അസ്വസ്ഥതയുണ്ടാക്കിയേക്കാമെങ്കിലും മാസാവസാനത്തോടെ അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. അവിട്ടം നക്ഷത്രത്തിന്റെ ചിഹ്നം മൃദംഗം അഥവാ മുരജമാണ്. ശൂന്യതയിൽ നിന്ന് ശബ്ദമുണ്ടാക്കുന്ന താളം സൃഷ്ടിക്കുന്ന ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ നേട്ടങ്ങൾ നിങ്ങൾ കെട്ടിപ്പടുക്കുമെന്നാണ്. സാമൂഹികമായി നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, മറ്റുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന ഒരു സാഹചര്യം ഈ മാസം രൂപപ്പെടും. പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങളും ഈ മാസം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവെ ഉള്ള ആത്മവിശ്വാസം ഈ മാസം ചിലപ്പോൾ അമിത വിശ്വാസമായി മാറാൻ സാധ്യതയുണ്ട്. ആലോചിച്ചുറപ്പിച്ചുള്ള ചുവടുവെപ്പുകൾ മാത്രമേ വിജയത്തിലേക്ക് നയിക്കൂ എന്ന് ഈ മാസത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെങ്കിലും അത് നിങ്ങളുടെ ആന്തരിക സമാധാനത്തിന് അത്യന്താപേക്ഷിതമായിരിക്കും. ഭക്തിയിലേക്കോ ആത്മീയ ചിന്തകളിലേക്കോ ഉള്ള നിങ്ങളുടെ ചായ്വ് വർദ്ധിക്കും. ഇത് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ മൂർച്ച കൂട്ടും. അനാവശ്യ ഭയങ്ങളെ അകറ്റുകയും ചെയ്യും. ഈ മാസത്തെ സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, കുടുംബം, ആത്മീയത തുടങ്ങിയ മേഖലകളിലെ സമഗ്രമായ ഫലങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം. വരുമാനത്തിൽ സ്ഥിരതയുണ്ടാകുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരുമെന്ന് കാണാം. മാസത്തിന്റെ ആദ്യ പകുതിയിൽ പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനോ അല്ലെങ്കിൽ മുടങ്ങിപ്പോയ വരുമാന മാർഗങ്ങൾ പുനരാരംഭിക്കാനോ സാധ്യതയുണ്ട്. ശമ്പള വർധനവിനായി കാത്തിരുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാം. കൃഷിയിൽ നിന്നോ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം ഈ മാസം പ്രതീക്ഷിക്കാം. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിന്റെ രണ്ടാം പകുതി വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം മുടക്കുന്നത് ഈ മാസം അത്ര ഗുണകരമാകില്ല. എന്നാൽ സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. വീട് പുതുക്കി പണിയാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായം ബാങ്കുകളിൽ നിന്ന് എളുപ്പത്തിൽ ലഭ്യമാകും. ഈ വിഷുക്കാലം നിങ്ങളുടെ സ്വഭാവത്തിൽ പോസിറ്റീവായ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മറ്റുള്ളവരോടുള്ള സമീപനത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു കാലമാണിത്. ഈ വർഷം നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാകും. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നതും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. വിഷുക്കൈ നീട്ടം പോലെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. അതൊരു പുതിയ ജോലിയാകാം, വിദേശ യാത്രയാകാം, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിന്റെ പൂർത്തീകരണവുമാകാം. പ്രകൃതി അതിന്റെ സന്തുലിതാവസ്ഥ കണ്ടെത്തുന്ന വിഷു സംക്രമം പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഈ വർഷം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങും. തൊഴിൽ രംഗത്ത് വലിയ വെല്ലുവിളികളും അതേസമയം തന്നെ വലിയ അവസരങ്ങളും ഒരേപോലെ വരുന്ന മാസമാണിത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കാത്തത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥർ തിരിച്ചറിയുകയും മാസാവസാനത്തോടെ അഭിനന്ദനങ്ങളോ സ്ഥാനക്കയറ്റമോ ലഭിക്കുകയും ചെയ്യും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ ഉള്ള നിർദ്ദേശങ്ങൾ ലഭിക്കാം. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഉൾപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. വിപണിയിലെ മത്സരങ്ങളെ അതിജീവിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ചെറുകിട വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസകരമാകും. പുതിയ ജോലി അന്വേഷിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ രണ്ടാം വാരത്തിൽ അനുകൂലമായ ഇന്റർവ്യൂ കോളുകൾ വരും. സാങ്കേതിക മേഖലയിലും ഭരണനിർവഹണ മേഖലയിലും ഉള്ളവർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു. IT മേഖലയിലുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകളിൽ നേതൃസ്ഥാനം ലഭിക്കാം. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുമെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ സംശയങ്ങളും പിടിവാശികളും ഒഴിവാക്കുന്നത് ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കും. മാസത്തിന്റെ മൂന്നാം വാരത്തിൽ പങ്കാളിയോടൊപ്പം ഒരു ചെറിയ യാത്ര പോകുന്നത് മനസ്സിന് സന്തോഷം നൽകും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ട്.
മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. കുടുംബത്തിൽ ഒരു പുതിയ അതിഥിയുടെ വരവോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സന്ദർശനമോ ഈ മാസം പ്രതീക്ഷിക്കാം. വീടിന്റെ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ഉചിതമാണ്. ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും ഈ മാസം സമയം കണ്ടെത്തും. കുടുംബപരമായിട്ടുള്ള പുണ്യകർമ്മങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും. കുലദൈവ പ്രാർത്ഥനയും വഴിപാടുകളും നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി മനസ്സമാധാനം ലഭിക്കും. മാസത്തിന്റെ തുടക്കത്തിൽ അല്പം അസ്വസ്ഥതയും ഉത്കണ്ഠയും തോന്നാമെങ്കിലും പകുതിയോടെ ആത്മവിശ്വാസം വീണ്ടെടുക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കിയാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാം. സർഗാത്മകമായ കഴിവുകളിൽ ഏർപ്പെടുന്നത് മനസ്സിനെ ഉന്മേഷവത്താക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ രക്തസമ്മർദ്ദ വ്യതിയാനങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കണം. വീഴ്ചകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ ഉറക്കവും വിശ്രമവും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടേക്കാം. സുഹൃത്തുക്കളോടൊപ്പം അമിതമായി സമയം ചെലവഴിക്കുന്നത് പഠനത്തെ ബാധിക്കും. എന്നാൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ രേഖകൾ ശരിയാക്കാൻ അനുയോജ്യമായ സമയമാണിത്. വിദേശ യാത്രകൾക്ക് തടസ്സങ്ങൾ നേരിട്ടിരുന്നവർക്ക് ഈ മാസം അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ തുടക്കം വളരെ തിരക്കേറിയതായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകില്ലെങ്കിലും കയ്യിലുള്ള പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ഭക്ഷണകാര്യത്തിൽ മിതത്വം പാലിക്കണം. രണ്ടാം വാരം കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും. ജോലിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി നേടാൻ സാധിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കും. പ്രണയിനികൾക്ക് ഈ ആഴ്ച അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമായേക്കാം. മൂന്നാം വാരം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കണ്ണിനോ പല്ലിനോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും. മാസാവസാനം നിങ്ങൾക്ക് ആശ്വാസകരമായ ഫലങ്ങൾ ലഭിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. പുതിയ വീടോ വസ്തുവോ വാങ്ങുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കും. ദൂരദേശത്ത് കഴിയുന്ന മക്കളിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കും. പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമനെയോ ഭജിക്കുന്നത് കർമ്മരംഗത്തെ പ്രതിസന്ധികൾ അകറ്റാൻ ഉത്തമമാണ്. ഓം നമഃ ശിവായ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഊർജ്ജവും നൽകും. കഴിയുന്ന ദിവസങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും നൽകുന്നത് പുണ്യമാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മാസം പ്രയത്നത്തിന് ബലം ലഭിക്കുന്ന മാസമാണ്. നിങ്ങളുടെ സ്വതസിദ്ധമായ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കിയാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ആരോഗ്യകാര്യത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ജാഗ്രത പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ ഗുണകരമായി മാറും.